ഹലോ ചങ്കുകളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം മാളക്കാരി റഹീമ കൊച്ചു. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ നമ്മുടെ ചാനലൊക്കെ എല്ലാവരും കാണാറുണ്ടോ? ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിങ്ങനെ ചുമ്മാ ഇങ്ങനെ ഈവനിങ് ഇരുന്നപ്പോൾ ചുമ്മാ നിങ്ങളോട് കുറച്ച് വിശേഷം പറയാമെന്ന് വിചാരിച്ച് വന്നതാട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, ഞാൻ ഓൺലൈനിൽ നിന്ന് താമരയുടെ വിത്ത് വാങ്ങിച്ചിരുന്നു കേട്ടോ. അപ്പോൾ താമരയുടെ വിത്ത് വാങ്ങിച്ചിട്ട് വലിയ കാര്യത്തിന് അത് അവർ പറഞ്ഞ പോലെ തന്നെ ഞാൻ വിത്തൊക്കെ പാവി അതിനകത്ത് കുറേ എന്താ പറയുക, മറ്റേ കുഞ്ഞു മീനില്ലേ, എന്തിട്ട് മീനടി, ഗപ്പി ആ സംഭവങ്ങളൊക്കെ കൊണ്ടിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് താമരയൊക്കെ ഇങ്ങനെ ഇലയൊക്കെ ആയി ഇങ്ങനെ പൊന്തിയൊക്കെ വന്നതാണ്. താമരയുടെ ഇലയൊക്കെ നല്ല ഭംഗിയിലും എന്താ അതിന് വേണ്ടിക്ക് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ വട്ടക വാങ്ങിച്ച് ആ വട്ടകയിൽ അവർ പറഞ്ഞ പോലെ തന്നെ ചാണകപ്പൊടി, മണ്ണ്, ഇതൊക്കെ അവർ ഏകദേശം അവർ ഓൺലൈനിൽ പറഞ്ഞ പോലെ തന്നെയൊക്കെ ഞാൻ ചെയ്തേട്ടാ. അങ്ങനെ ചെയ്ത ആ സംഭവമൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ച് അതിൻ്റെ വീഡിയോ നമ്മൾ ഫസ്റ്റ് കുറേ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത് കുളം ഉണ്ടാക്കണതിൻ്റെ വീഡിയോ ഞാൻ കുറേ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ താമരക്കുളം സെറ്റ് ചെയ്യണത് കേട്ടാ. പിന്നെ താമര ഞാൻ കുഞ്ഞൊരു ഗ്ലാസ്സിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ വിത്ത് ഇങ്ങനെ പൊട്ടി മുളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ ഈ സംഭവം ഇതിനകത്തേക്ക് മാറ്റിയതൊക്കെ. പൊട്ടി മുളച്ചൊരു കുഞ്ഞ് ഗ്ലാസ്സിലിട്ടതിന് ശേഷം പൊട്ടി മുള വന്നതിന് ശേഷമാണ് നമ്മൾ വലിയ വട്ടകയിലേക്ക് മാറ്റുക. എന്നിട്ട് എൻ്റെ പൊന്നു ചങ്കളെ, ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 1 ഇയറെങ്കിലും ആവാറായിട്ടുണ്ടാകും. 1 ഇയർ ആവാറായിട്ടുണ്ടാകും നമ്മൾ ആ താമരക്കുളം സെറ്റ് ചെയ്തിട്ട്. സത്യം പറയാല, ചിരിച്ചിരിച്ചിരിച്ച് മരിക്കും ഒക്കെ എൻ്റെ താമരക്കുളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ഗപ്പികളൊക്കെ ഉണ്ടായിരുന്നു, കുറേ ഗപ്പികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ താമരക്കുളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ കാണിച്ചു തരട്ടെ. എന്നെ കളിയാക്കരുതിട്ടാരും. അപ്പം ഇങ്ങനൊരു അവസ്ഥ നിങ്ങൾക്ക് ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് പറയാൻ മടിക്കരുത്. അപ്പം ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ കണ്ട ചങ്കളെ, ഈ താമരയുടെ ഇല ഇങ്ങനെ ചില സമയത്ത് ഇങ്ങനെ കുറേ വലുതായി നല്ല ഇങ്ങനെ കുറച്ച് ഹൈറ്റിൽ ഇങ്ങനെ പൊന്തി വരും. പിന്നെ അത് ചീഞ്ഞു പോകും. പിന്നെ രണ്ടാമത് ഹൈറ്റിൽ പൊന്തി വരും, ചീഞ്ഞു പോകും. മണ്ണൊക്കെ ഇട്ടുകൊടുത്ത് പിന്നെ വെള്ളം ഇങ്ങനെ ചീഞ്ഞ വെള്ളമായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇത് 2 വെറുതെ ഭംഗിക്ക് ഇട്ട് കൊടുത്താണ്. അപ്പോൾ എൻ്റെ പൂച്ചക്കുഞ്ഞുങ്ങളൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഗപ്പിന് ഇട്ട് കൊടുത്തായിരുന്നു ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് സോറി കുഞ്ഞാ, ഐ എം വെരി സോറി കുഞ്ഞാ, മറിയാണ്ടാ. സോറി മുത്തേ. അടാ തക്കുടു അതിൽ നിന്ന് കുടിക്കല്ലേ. അപ്പോൾ ഇതിനകത്തൊരു സംഭവം ഞാൻ കാണിച്ചു തരട്ടെ ചങ്കളെ. ഇതിനകത്തുണ്ടല്ലോ ഇപ്പം താമരയുടെ അവസ്ഥ പോട്ടെ, ഗപ്പി അല്ലിനകത്തുള്ളത്. ഇതിനകത്തൊരു വണ്ട തവളുണ്ട് എൻ്റെ ചങ്കളേ. തവളേ ഇവിടെ കമോൺ. എൻ്റെ താമരക്കുളത്തിൽ അതിക്രമിച്ച് കയറിയ നിന്നെ ഞങ്ങൾ ഇവിടെ യൂട്യൂബിലിട്ട് നാറ്റിക്കുന്നതായിരിക്കും കേട്ടോ. എവിടെയൊക്കെ അല്ല എൻ്റെ മേത്തേക്ക് ചാടുന്നാവോ പറയാൻ പറ്റില്ല. ഇത് ചിലപ്പോൾ ഞാനിങ്ങനെ ഇളക്കി കൊടുക്കുമ്പേ അതെൻ്റെ മേത്തേക്ക് അങ്ങനെ ചാടും. ഇങ്ങോട്ട് വാടാ ഡേയ്, അയോഗ്യപ്പയിലേ, ഇങ്ങ വാടാ. അയ്യോ, ഇതിനകത്തൊരു തവളുണ്ടായിരുന്നു ചങ്കളെ. സത്യമായിട്ട് ഇപ്പം തന്നെ ഞാൻ വന്നപ്പേ ആ തവളിൻ്റെ ഉള്ളിലേക്ക് കയറി. കിച്ചു കാണിട്ട് ഞാനിങ്ങനെ കുത്തിയിളക്കം തിന്നിട്ട് എന്താ പറയുക, കിച്ചുവിൻ്റെ ജീവനുണ്ട്. ഞാൻ പറഞ്ഞേ ഈ സാധനമൊക്കെ എടുത്ത് നമുക്ക് പറിച്ച് കളയാം, നിൻ്റെ ഒരു താമരക്കുളം ചീത്ത പറഞ്ഞു ഞാൻ. അപ്പോൾ ഞാനിതൊക്കെ എടുത്ത് കളയാൻ പോവുകയാണ്. ഇതിനകത്ത് വേറെ എന്തെങ്കിലും ചെടി നടാന്ന് പറഞ്ഞേ. അപ്പോൾ കിച്ചർ ഇതുമ്പോൾ തൊട്ട് കഴിഞ്ഞാൽ എൻ്റെ കൈ വെട്ടി കട്ടിക്കളയെന്ന് പറഞ്ഞേക്കണം അവൻ്റെ താമരക്കുളത്തിൽ തൊട്ട് കഴിഞ്ഞാൽ. അപ്പം നമ്മളിതിനകത്തൊരു തവളേനെ കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇപ്പം തന്നെ ഞാൻ വന്നപ്പോൾ തവള അതിൻ്റെ അടിയിലേക്ക് വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോയുള്ളൂ ഞങ്ങളെ. പക്ഷേ തവളേനെ ഇപ്പോൾ കാണുന്നില്ല. അപ്പോൾ നമ്മുടെ പൂച്ചകളൊക്കെ ഇതിനകത്ത് ഗപ്പീനെ കുറേ ഇട്ടായിരുന്നു. ആ ഗപ്പി ഒന്നുമില്ല ഇപ്പം. അപ്പോൾ ഇതിപ്പോൾ ഈ തവളേനെ വടി കൊണ്ട് കുത്തിയിട്ട് പോലും തവള എവിടെയെന്ന് പോലും അറിയുന്നില്ല. ആ തവളേനെ ഇവിടെ കുത്തുമ്പോൾ ഇപ്പുറത്തേക്കും അപ്പുറത്തേക്കും അങ്ങനത്തെ ഒരു തരം തവള. അപ്പോൾ നമ്മുടെ ഗപ്പി കുഞ്ഞുങ്ങൾ ഒറ്റണത്തിനും കാണുന്നില്ല. അപ്പോൾ ഈ തവള തിന്നിട്ടുണ്ടായിരിക്കും എന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം അല്ലെങ്കിൽ പിന്നെ ആ ഗപ്പികൾ കാണണ്ടേ, ഒരു ലോഡ് ഗപ്പി ഉണ്ടായിരുന്നു, ഒന്നും കാണുന്നില്ല. അപ്പോൾ എൻ്റെ ഗപ്പികളൊക്കെ ഈ തവള കുരിപ്പുമോറം തിന്നുന്ന തോന്നണേ. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മുടെ താമരക്കുളത്തിൻ്റെ അവസ്ഥ ഞങ്ങളെ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ഓൺലൈനിൽ നിന്ന് താമര വാങ്ങിച്ചിട്ട് ഇതുപോലെ പൂവിടാണ്ടുള്ള വല്ല അവസ്ഥ ഉണ്ടെങ്കിൽ എന്ന് കമൻറ്റിലൊന്ന് പറയണം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല വെയിൽ കണ്ടത് ഇവിടുന്ന് നല്ലതൊക്കെ അയ്യോ കണ്ട നല്ല വെയിൽ, സൂര്യൻ്റെ നല്ല വെയിൽ നേരിട്ട് കിട്ടുന്നൊരു സ്ഥലത്താണ് ഞാൻ ഈ കുളം വെച്ചേക്കണത്. അപ്പോൾ നമ്മുടെ ടുട്ടു ഇവിടെ കിടന്നിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ടുട്ടൂസ്, നമ്മുടെ ടുട്ടു പൊന്നു കുമ്പ ചാട്
ചാടിയേ എന്നാ എന്നാ താട് താട്. ഇത് ഞാൻ പറയല്ലേ ബംഗാളി പൂച്ചയാണെന്ന്. ബംഗാളി പൂച്ച കേട്ടോ നമ്മുടെ ടുട്ടു എന്ന പേര്. ടുട്ടൂസേ ചാടറാ. അപ്പോൾ കണ്ടപ്പോൾ ഇത്രയും വെയിലേറുണ്ടായിട്ട് പോലും ആ വെള്ളത്തിൻ്റെ ഒരു അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു താമര, നമ്മുടെ താമരക്കുളത്തിൽ താമരപ്പൂ ഉണ്ടായി കാണാനായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ദൈവം വിചാരിച്ചത് നടന്നില്ല. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ വല്ല സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താമര വിത്ത് വന്ന് വാങ്ങിച്ച് ഇതുപോലൊക്കെ തന്നെ അവർ പറഞ്ഞ പോലെ തന്നെയൊക്കെ മുളപ്പിക്കാൻ ശ്രമിച്ചിട്ട് അത് നിങ്ങൾക്ക് ഫെയിലായി പോയെങ്കിൽ ഒന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, മറക്കരുതേ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാനിനി ഇതിൻ്റെ വിത്തുകൾ കുറച്ചും കൂടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും കൂടി ഞാൻ ട്രൈ ചെയ്ത് നോക്കും. ഏത് വർഷത്തിലാണത് പൂവുണ്ടാവാന്ന് അറിയില്ല. അതല്ലെങ്കിൽ അത് ഇനി വിരിഞ്ഞില്ലെങ്കിൽ ഞാൻ എന്തായാലും പൂവുള്ള താമര പോയി വാങ്ങിച്ചുകൊണ്ട് വരും. താമരയുടെ ചെടി വെള്ളത്തേപ്പാടി അവിടെ നിന്ന് ചട്ടിയപ്പാടി വാങ്ങിച്ചുകൊണ്ട് വരും. വേറെ നിവൃത്തിയൊന്നുമില്ല. കാരണം എനിക്ക് എൻ്റെ മുറ്റത്ത് ഒരു താമരക്കുളം ഇതുപോലെ നല്ല ഭയങ്കര താമരയൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണണം. അപ്പോൾ കിച്ചു പറഞ്ഞു, എൻ്റെ മക്കളും പറഞ്ഞു, അമ്മച്ചി ഇതിലും ഭേദം നമുക്ക് ആ പാടത്തുണ്ടാണ് നമ്മുടെ ആമ്പലില്ലേ, നിറച്ച് ആമ്പൽപ്പൂവ് ഉണ്ടായിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആമ്പൽപ്പൂവ് നമുക്ക് അവിടെ പോയിട്ട് അതിൻ്റെ ചെടി ഉണ്ടല്ലോ, ആമ്പലിൻ്റെ ചെടി, അത് അവിടെ നിന്ന് പോയി നമുക്ക് കടയപ്പാടി ചെളിയിലേക്ക് ഇറങ്ങി കടയപ്പാടി പറിച്ചിട്ട് നമുക്ക് അത് കൊണ്ടുവയ്ക്കാൻ വെച്ച്. അതെനിക്ക് തോന്നണേ പിന്നെയും പൂവ് ഉണ്ടാവും തോന്നണേ. നമുക്ക് പൂക്കളുള്ളതൊക്കെ പറിച്ചിട്ട് തരാമെന്ന് പറഞ്ഞേക്കാണ്. അപ്പോൾ ചിലപ്പോൾ ഞാൻ പാടത്ത് പോയിട്ട് അത് ചെളിയിൽ നിന്ന് പറിച്ച് പൂക്കളെപ്പാടി പറിച്ചിട്ട് കൊണ്ട് സെറ്റ് ചെയ്യും. അങ്ങനെ സെറ്റ് ചെയ്യണം ഞാൻ നിങ്ങൾക്ക് എൻ്റെ ചങ്കകൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഓക്കെ ചങ്കകളെ, അപ്പോൾ നിങ്ങളുടെ സ്വന്തം ആളക്കാർ റഹിമാക്ക് വെച്ചു. അടുത്ത വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ചങ്കകളെ. അപ്പോൾ ടാറ്റാ ബൈ ബൈ, ലവ് യു. Subscribe now your funniest YouTube channel Archangel.